റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിഴിഞ്ഞം മറൈൻ എൻഫോഴ്സ്മെന്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കാൻ മതിയായ ജീവനക്കാരില്ല. SI അടക്കം ആകെ 7 ഉദ്യോഗസ്ഥരാണുള്ളത്. വിഴിഞ്ഞത്തിന് പുറമെ മുതലപ്പുഴയിലും ഇവരാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. തുറമുഖത്തെ കപ്പൽപാതയിൽ കോസ്റ്റൽ പോലീസിനൊപ്പം ഒരാൾ ജോലി ചെയ്യണം. നിലവിൽ 3 ഇടങ്ങളിൽ ജോലിയെടുക്കേണ്ട അവസ്ഥയാണ്. ഇതോടെ കടൽ പെട്രോളിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും കൃത്യമായി പോകാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. അരുൺ സോളമൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എല്ലാം ഓക്കെയാണ് എന്ന് അധികൃതർ ആവർത്തിച്ച് പറയുമ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ ഷോർട്ടേജ് അടക്കമുള്ള കാര്യങ്ങൾ, നമ്മളും നേരത്തെ പറഞ്ഞതാണ്, രക്ഷാപ്രവർത്തകരുടെ ഒരു ദൗർലഭ്യമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് എന്ന്. എണ്ണക്കണക്ക് പുറത്തു വരുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. അരുൺ, മാധു, ഇത് ഇക്കഴിഞ്ഞ 11 വർഷത്തെ കണക്ക് ഈ ഫിഷറീസ് വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഏറെ ഞെട്ടിപ്പിക്കുന്നത് 160ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നടത്തിയ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ നമുക്കറിയാം. പക്ഷേ അവിടെ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ടാൽ കഴിഞ്ഞ കുറെ നാളുകളായി രക്ഷാപ്രവർത്തനത്തിന് അവർ തന്നെ സ്വയം അവരുടെയോ അല്ലെങ്കിൽ മറ്റവരുടെ സഹപ്രവർത്തകരുടെയോ ബോട്ടുകളിൽ കരയ്ക്ക് തിരിച്ച് സ്വയം തന്നെ രക്ഷപ്പെട്ട് ദൈവഭാഗ്യം കൊണ്ട് തിരിച്ചെത്തുന്നവരാണ് ഭൂരിഭാഗം വരുന്ന മത്സ്യത്തൊഴിലാളികളും എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൽ തന്നെ ഏറ്റവും ആദ്യം സൂചിപ്പിക്കേണ്ടത് കോസ്റ്റൽ പോലീസാണ്. കോസ്റ്റൽ പോലീസാണ് ആദ്യഘട്ടത്തിൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. ഇത് കഴിഞ്ഞാൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആണ്. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ജീവനക്കാരിൽ ആൾക്ഷാമമുണ്ടെന്ന് പല ഘട്ടങ്ങളിൽ ഫിഷറീസ് വകുപ്പിന്റെ ഡയറക്ടർ തന്നെ സർക്കാരിന് കത്ത് നൽകിയതാണ്. നിലവിൽ SI അടക്കം 7 ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഈ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ഇല്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ പങ്കുവെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഫിഷറീസ് ഡയറക്ടർ സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയത്. നിലവിൽ സംസ്ഥാന പോലീസിൽ നിന്ന് തന്നെ ഡെപ്യൂട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരെ മറൈൻ എൻഫോഴ്സ്മെന്റിൽ നിയമിക്കുന്നത്. പക്ഷേ നിലവിൽ ഈ ഉദ്യോഗസ്ഥരുടെ ആൾക്ഷാമം പരിഹരിക്കാനായിട്ട് നാളിതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു കെട്ടിടത്തിലാണ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ഓഫീസ് വിഴിഞ്ഞത്ത് പ്രവർത്തിക്കുന്നത്. ആ കെട്ടിടം ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു വീഴാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന നല്ലൊരു ശൌചാലയം പോലും ആ ഓഫീസിനുള്ളിൽ ഇല്ല എന്നുള്ളത് ആ ഉദ്യോഗസ്ഥർ തന്നെ പലപ്പോഴായിട്ട് അവരുടെ മേലധികാരികളോട് പറഞ്ഞിട്ട് പോലും അതിന് ഒരു പരിഹാരം വന്നിട്ടില്ല. ഇങ്ങനെ പലപ്പോഴും ജോലി സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് മറൈൻ എൻഫോഴ്സ്മെന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി തന്നെ അവിടെയും ഇപ്പോൾ ജോലി നോക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. 7 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളതെന്ന് ഓർക്കണം. അവിടെയാണ് മുതലപ്പൊടിയിലും അതുപോലെ തന്നെ കളി 3 ഇടങ്ങളിൽ ഡ്യൂട്ടി നോക്കുന്ന ട്രിപ്പീസ് കളി നടക്കുന്നത് എന്നതാണ്. ഇവരെങ്ങനെയാണ് കൃത്യമായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന അടക്കമുള്ള കാര്യങ്ങൾ അധികൃതരൊന്ന് പറഞ്ഞു തന്നാൽ നന്ന്.